അടുത്തത് ചിങ്ങക്കൂറാണ്, ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ഇവർക്ക് 11ാം ഭാവത്തിലാണ് വ്യാഴം. 11ൽ വ്യാഴം ഉള്ളവനെ വേറെ ഒന്നും നോക്കണ്ട എന്ന് പറയും. ഇവിടെ 11ാം ഭാവത്തിൽ വ്യാഴനും ശുക്രനും നിൽക്കുന്ന കാലഘട്ടമാണ്. പല തരത്തിലുള്ള നേട്ടങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ലാഭങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവർക്കുള്ളത്. പരിശ്രമങ്ങൾക്ക് മുൻപ് ചെയ്തിരുന്ന പരിശ്രമങ്ങൾക്കൊക്കെ ഫലം ലഭിക്കാനും ഉള്ള നല്ല സമയമായിട്ട് ഈ കാലം മാറുന്നു. ജോലി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രംഗത്തിൽ രാഷ്ട്രീയമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രവർത്തന മേഖലയാണെങ്കിലും അതിൽ അംഗീകാരങ്ങൾ കൂടുതൽ കിട്ടുന്നൊരു കാലമാണ്. മറ്റ് തന്നേക്കാൾ ഉയർന്ന സ്ഥാനമുള്ളവരിൽ നിന്നും അംഗീകാരങ്ങൾ കിട്ടും, പിന്തുണയും ഒക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് അഥവാ കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് ചെയ്യുന്നതായിട്ടുള്ള വഴിയിൽ നേതൃത്വം ഉണ്ടാവുകയും അതുവഴി കൂടുതൽ അവസരങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്യും. അതുപോലെ ധനലാഭം അത് വർദ്ധിക്കും. ശുക്രനും വ്യാഴവും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. കുടുംബത്തിലും ഒരു നല്ല സുഖകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ആരോഗ്യപരമായിട്ടും മറ്റു ദോഷങ്ങളൊന്നുമില്ല, വളരെ സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കാവുന്നതാണ്. ഇവർക്ക് സൂര്യനെ ധ്യാനിക്കുക, സൗരമന്ത്രങ്ങൾ ജപിക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇതൊക്കെ കൂടുതൽ നന്മ ഉണ്ടാകാൻ നല്ലതാണ്.